ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്ക്ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഫണ്ടമെൻ്റൽസ് ആണ് നോക്കിയത്. ഇന്ന് നമ്മൾ ആർ പ്രോഗ്രാമിങ്ങിലെ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിസിഷൻ മേക്കിംഗ്, നമ്മൾ ഡിഫറെൻറ്റ് കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ട് ഡിസിഷൻസ് എടുക്കുന്നത് പോലെ പ്രോഗ്രാമിന് കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ട് ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ യൂസർ എൻ്റർ ചെയ്യുന്ന ഏജ് ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ മാത്രമാണ് അയാൾ വോട്ടിങ്ങിന് എലിജിബിൾ ആവുക. അല്ലാന്നുണ്ടെങ്കിൽ അയാൾ നോട്ട് എലിജിബിൾ ഫോർ വോട്ടിംഗ് ആണ്. അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഏജ് ഗ്രേറ്റർ ദാൻ 18 ആണോ, ഏജിൻ്റെ വാല്യൂ 18 മുകളിലാണോ, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എലിജിബിൾ ആയിട്ടുള്ള പോർഷനിലോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ നോട്ട് എലിജിബിൾ ആണ്. സോ അങ്ങനെയുള്ള കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ട് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈഫ്, എൽസ് ഇഫ് ആൻഡ് എൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈഫ്, എൽസ് ഇഫ് ആൻഡ് എൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതിൽ ഈഫ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ കണ്ടീഷൻ കൊടുക്കേണ്ടത് ഈഫിൻ്റെ ഉള്ളിലാണ്. ഇവിടെയാണ് നമ്മൾ ആ കണ്ടീഷൻ കൊടുക്കുക. ഈഫിന് ശേഷം ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, then ഒരു കണ്ടീഷൻ കൊടുക്കുക. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ റൺ ചെയ്യേണ്ട കോഡ് ബ്ലോക്കിനെ നമുക്ക് അതിന് ശേഷം ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ആർ പ്രോഗ്രാമിങ്ങിൽ കോഡ് ബ്ലോക്കിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടാണ്. സോ നമുക്കിവിടെ ഒരു കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു കോഡ് ബ്ലോക്കിനെ എഴുതാം. കോഡ് ബ്ലോക്ക്. ഈഫിന് ശേഷമുള്ള ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള കോഡ് ബ്ലോക്ക് റൺ ചെയ്തിട്ടുള്ള റിസൾട്ട് കിട്ടും. ഇനി അഥവാ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അത് ഫെയിൽ ആവുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൽസ് ഇഫിൽ കൊടുത്തിട്ടുള്ള കണ്ടീഷനായിരിക്കും പിന്നീട് ചെക്ക് ചെയ്യുന്നത്. എൽസ് ഇഫിൽ നമുക്കൊരു കണ്ടീഷൻ കൊടുക്കാം, ആ കണ്ടീഷനാണ് അടുത്തതായിട്ട് ചെക്ക് ചെയ്യുക. ഈഫിലെ കണ്ടീഷൻ ഫോൾസ് ആവുകയാണെങ്കിൽ മാത്രം, അതായത് ഈഫിലെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ മാത്രമാണ് എൽസ് ഇഫിലുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ദെൻ അവിടെ ഒരു കോഡ് ബ്ലോക്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്താണോ അത് റൺ ചെയ്യും. എൽസ് ഇഫിലെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എൽസ് ഇഫിൻ്റെ കോഡ് ബ്ലോക്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള കോഡ് റൺ ചെയ്യും. ഇനി അഥവാ ഈഫിലും എൽസ് ഇഫിലും കൊടുത്തിട്ടുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എൽസിൽ നമ്മൾ എന്താണ് കൊടുക്കുന്നത് അതായിരിക്കും റൺ ചെയ്യുക. ഇവിടെ എൽസിൽ കണ്ടീഷനില്ല. ഈഫിലെയും എൽസ് ഇഫിലെയും എല്ലാ കണ്ടീഷൻസും ഫെയിൽ ആവുകയാണെങ്കിൽ മാത്രമാണ് എൽസിലുള്ള കോഡ് ബ്ലോക്ക് റൺ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ആദ്യം നമുക്ക് ഈഫും എൽസും മാത്രം വെച്ചിട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്, ഏജ്. ഏജിലോട്ടൊരു വാല്യൂ കൊടുത്തു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. ഏജിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 18 ആണോ? ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 18, ഇതാണ് ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ ഇൻ ആർ പ്രോഗ്രാമിംഗ്. ഏജ് ഗ്രേറ്റർ ദാൻ 18, ഏജിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 18 ആണോ? ആണെങ്കിൽ പ്രിൻറ്റ് you are eligible for voting. ഇനി അഥവാ ഏജിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 18 അല്ല എങ്കിൽ എൽസ് പ്രിൻറ്റ് you are not eligible. ഇവിടെ ഏജിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ. 18 അതിന് മുകളിലോ ആണെങ്കിൽ
എലിജിബിൾ ആണ്. സോ നമുക്കിവിടെ ഗ്രേറ്റർ ദാൻ കൊടുത്തതിന് പകരം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 18 അതിന് മുകളിലോ ആണെങ്കിൽ യു ആർ എലിജിബിൾ എന്നുള്ള മെസ്സേജ് ആയിരിക്കും അവിടെ പ്രിൻ്റ് ചെയ്ത് വരിക. ഇനി അങ്ങനെ അല്ല എങ്കിൽ 18 താഴെ ആണെങ്കിൽ മാത്രമാണ് എൽസ് ബ്ലോക്കിലുള്ള കോഡ് റൺ ചെയ്തിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുക. ഇത് റൺ ചെയ്യുകയാണെങ്കിൽ യു ആർ എലിജിബിൾ ഫോർ വോട്ടിംഗ് എന്നാണ് അവിടെ വന്നിട്ടുള്ളത്. ബിക്കോസ് ഏജിൻ്റെ വാല്യൂ നമ്മൾ 56 ആണ് കൊടുത്തിട്ടുള്ളത്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 18. 18 മുകളിലാണ് ആ ഒരു വാല്യൂ. ഇനി നമുക്ക് ആ ഒരു വാല്യൂ കുറയ്ക്കാം, ഒരു 5 കൊടുക്കാം. ഏജിലോട്ട് 5 കൊടുത്തു. ഇനി ഇതേ സെയിം കോഡ് ബ്ലോക്ക് തന്നെ റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യു ആർ നോട്ട് എലിജിബിൾ എന്നാണ് കിട്ടുക. കാരണം അവിടെ ഈഫിലുള്ള കണ്ടീഷൻ ഫെയിൽ ആവുകയാണ്, കണ്ടീഷൻ ഫാൾസ് ആണ്. സോ എൽസിലുള്ള കോഡ് ബ്ലോക്ക് ആയിരിക്കും റൺ ചെയ്തിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മൾ ഈഫും എൽസും മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ എൽസ് ഈഫ് യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഈഫും എൽസും മാത്രമായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈഫ് മാത്രമായിട്ട് യൂസ് ചെയ്യാം, ഈഫും എൽസ് ഈഫും മാത്രമായിട്ട് യൂസ് ചെയ്യാം. അത് നമുക്ക് എങ്ങനെയാണോ നമ്മുടെ പ്രോഗ്രാം ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഞാൻ വേറൊരു പ്രോഗ്രാം എഴുതുകയാണ്. ഇവിടെ ഞാനൊരു വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുന്നു, നമ്പർ എന്നുള്ളൊരു വേരിയബിളിൽ ഒരു വാല്യൂവിനെ കൊടുക്കുന്നു, വാല്യൂവിനെ അസൈൻ ചെയ്യുന്നു. ദെൻ if number greater than 0, print positive. If number greater than 0, print positive. Else if number less than 0, else if number less than 0, print negative. Else print 0. ഇവിടെ ഈഫിൽ നമ്മൾ നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ പോസിറ്റീവ് എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. ഇനി അഥവാ നമ്പർ ഗ്രേറ്റർ ദാൻ 0 അല്ല, അങ്ങനെയാണെങ്കിൽ എൽസ് ഇഫിൽ കൊടുത്തിട്ടുള്ള കണ്ടീഷൻ നമ്പർ ലെസ് ദാൻ 0 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിൻറ്റ് നെഗറ്റീവ്. ഇനി ഇത് രണ്ടും അല്ല, ഗ്രേറ്റർ ദാൻ 0യും അല്ല ലെസ് ദാൻ 0യും അല്ല, അങ്ങനെയാണെങ്കിൽ നമ്പർ 0 ആയിരിക്കും. സോ എൽസിൽ വന്നിട്ട് പ്രിൻറ്റ് 0 എന്ന് കൊടുക്കുന്നു. ഇതിനെ റൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ പോസിറ്റീവ് എന്നാണ് കിട്ടുക. കാരണം നമ്മൾ നമ്പർ എന്നുള്ള വേരിയബിളിൽ 6 എന്നുള്ള ഒരു പോസിറ്റീവ് വാല്യൂവിനാണ് കൊടുത്തിട്ടുള്ളത്. ഇനി 0 കൊടുക്കുകയാണെങ്കിൽ 0 ആണ് നമുക്ക് കിട്ടുക, 0 എന്നാണ് പ്രിൻറ്റ് ചെയ്ത് വരിക. ഒരു നെഗറ്റീവ് നമ്പറാണ് കൊടുക്കുന്നതെങ്കിൽ നെഗറ്റീവ് എന്നാണ് അവിടെ പ്രിൻറ്റ് ചെയ്തിട്ട് വരിക. സോ ഇങ്ങനെ നമുക്ക് ഈഫ്, എൽസ് ഇഫ്, എൽസ് മൂന്നും കൂടി ഒന്നിച്ച് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈഫിൻ്റെ ഉള്ളിൽ വേറൊരു ഈഫ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ജെൻഡറിൽ മെയിൽ, ഏജിൽ ഒരു വാല്യൂ 64. അപ്പോൾ നമുക്ക് ഈഫ് ജെൻഡർ ഈക്വൽ ടു മെയിൽ, ജെൻഡറിൻ്റെ വാല്യൂ മെയിലാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു കണ്ടീഷനും കൂടി ചെക്ക് ചെയ്യാനുണ്ടെന്ന് വിചാരിക്കാം. ജെൻഡറിൻ്റെ വാല്യൂ മെയിലാവണം, അതായത് ജെൻഡർ മെയിലാവണം. അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ടൊരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യാനുണ്ട്. ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 21, പ്രിൻറ്റ് യു ആർ എലിജിബിൾ. ഇവിടെ ഈഫ് ജെൻഡർ ഈക്വൽ ടു മെയിൽ, ജെൻഡറിൻ്റെ വാല്യൂ മെയിലാണോ എന്ന് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഉള്ളിലുള്ള കോഡ് ബ്ലോക്ക് റൺ ചെയ്യുന്നത്.
അതിൻ്റെ ഉള്ളിൽ എഗെയിൻ നമ്മൾ വേറൊരു കണ്ടീഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 21, ഏജിൻ്റെ വാല്യൂ 21 മുകളിലാണോ, അങ്ങനെയാണെങ്കിൽ പ്രിൻറ്റ് യു ആർ എലിജിബിൾ. ഇവിടെ ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഉള്ളിലോട്ട് കയറുക. അഗെയിൻ അവിടെയുള്ള കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഉള്ളിലുള്ള കോഡ് ബ്ലോക്ക് റൺ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഈഫിൻ്റെ ഉള്ളിൽ ഈഫ് കൊടുക്കുന്നതിനെ നെസ്റ്റഡ് ഈഫ് എന്ന് വിളിക്കാം. നെസ്റ്റഡ് ഈഫ്. സോ ഇങ്ങനെ നമുക്ക് ഈഫിൻ്റെ ഉള്ളിൽ ഈഫ്, ഇനി വേണമെങ്കിൽ എൽസ് ഈഫിൻ്റെ ഉള്ളിലോ എൽസിൻ്റെ ഉള്ളിലോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കമ്പൈൻ ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമ്മളൊരു പ്രോബ്ലമാണ് നോക്കാൻ പോകുന്നത്. You are developing a program in R to help a retail store categorize their customers based on their total purchase amount. ഒരു റീറ്റെയിൽ സ്റ്റോറിലെ കസ്റ്റമേഴ്സിനെ കാറ്റഗറൈസ് ചെയ്യണം. ഓരോ കസ്റ്റമറിൻ്റെയും ടോട്ടൽ പർച്ചേസ് എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം കാറ്റഗറൈസ് ചെയ്യേണ്ടത്. ബേസ്ഡ് ഓൺ ദി ഫോളോയിങ് ക്രൈറ്റീരിയ ഡിറ്റർമിൻ ആൻഡ് പ്രിൻ്റ് ഔട്ട് ദി കാറ്റഗറി ഓഫ് ദി കസ്റ്റമർ. അപ്പോൾ ഇവിടെ ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്. ആ ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിൻ്റെ കാറ്റഗറി പ്രിൻ്റ് ചെയ്യണം. ഇഫ് ദ ടോട്ടൽ പർച്ചേസ് എമൗണ്ട് ഈസ് ലെസ് ദാൻ 100, കാറ്റഗറൈസ് ദി കസ്റ്റമർ ആസ് ലോ സ്പെൻഡർ. ടോട്ടൽ പർച്ചേസ് എമൗണ്ട് ലെസ് ദാൻ 100 ആണെങ്കിൽ ലോ സ്പെൻഡർ. ഇഫ് ദ ടോട്ടൽ പർച്ചേസ് എമൗണ്ട് ഈസ് ബിറ്റ്വീൻ 100 ആൻഡ് 500, 100നും 500നും ഇടയിലാണെങ്കിൽ മീഡിയം സ്പെൻഡർ. ഇൻക്ലൂഡിങ് 100 ആൻഡ് എക്സ്ക്ലൂഡിങ് 500, അതായത് 100നോ 100ന് മുകളിലോ ആണെങ്കിൽ, അല്ല എങ്കിൽ 500നോ 500ന് താഴെയോ ആണെങ്കിൽ മീഡിയം സ്പെൻഡറാണ്. ആൻഡ് ഇഫ് ദി ടോട്ടൽ പർച്ചേസ് എമൗണ്ട് ഈസ് 500 ഓർ മോർ, കാറ്റഗറൈസ് ദി കസ്റ്റമർ ആസ് ഹൈ സ്പെൻഡർ. 500നോ 500ന് മുകളിലോ ആണെങ്കിൽ ഹൈ സ്പെൻഡർ. നമുക്ക് ചെയ്യാം. ഇവിടെ ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. ടോട്ടൽ പർച്ചേസ് എമൗണ്ട്. ഞാൻ ആ വേരിയബിളിലൊരു വാല്യൂവിനെ അസൈൻ ചെയ്യുന്നു. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ പർച്ചേസ് എമൗണ്ട് ലെസ് ദാൻ 100 ആണെങ്കിൽ ലോ സ്പെൻഡർ കാറ്റഗറി പ്രിൻ്റ് ചെയ്യണം എന്നാണ്. ഈഫ് ടോട്ടൽ പർച്ചേസ് എമൗണ്ട് ലെസ് ദാൻ 100, പ്രിൻ്റ് ലോ സ്പെൻഡർ. ടോട്ടൽ പർച്ചേസ് എമൗണ്ട് ലെസ് ദാൻ 100 ആണെങ്കിൽ പ്രിൻറ്റ് ലോ സ്പെൻഡർ. അടുത്ത കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് 100ന് ഈക്വലോ 100ന് മുകളിലോ ആൻഡ് 500ൽ താഴെയോ ആണെങ്കിൽ മീഡിയം സ്പെൻഡറാണ്. അവിടെ നമ്മൾ എൽസ് ഈഫ് ടോട്ടൽ പർച്ചേസ് എമൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 and total purchase amount, less than അല്ല, greater than or equal to 100 and total purchase amount less than 500. ടോട്ടൽ പർച്ചേസ് എമൗണ്ട് 100നോ 100ന് മുകളിലോ, അതല്ല അതുപോലെ തന്നെ 500ൽ താഴെയും ആണെങ്കിൽ പ്രിൻറ്റ് മീഡിയം സ്പെൻഡർ എന്നുള്ളൊരു മെസ്സേജിനെ അവിടെ കാണിക്കുന്നു. ഇനി ഇത് രണ്ടുമല്ല, 500ന് മുകളിലാണെങ്കിൽ, 500ന് ഈക്വലോ 500ന് മുകളിലോ ആണെങ്കിൽ ഹൈ സ്പെൻഡർ. എൽസ് ഇഫ് ടോട്ടൽ പർച്ചേസ് എമൗണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 500, പ്രിൻറ്റ് ഹൈ സ്പെൻഡർ. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ മീഡിയം സ്പെൻഡർ എന്നാണ് വന്നിട്ടുള്ളത്. ബിക്കോസ് ടോട്ടൽ പർച്ചേസ് എമൗണ്ട് 400 ആണ്. 400 എന്ന് പറയുമ്പോൾ ടോട്ടൽ പർച്ചേസ് എമൗണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 ആണ്. ടോട്ടൽ പർച്ചേസ് എമൗണ്ട് ലെസ് ദാൻ 500 ആണ്. സോ മീഡിയം സ്പെൻഡർ എന്നുള്ള കാറ്റഗറിയിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് കുറഞ്ഞൊരു വാല്യൂ കൊടുത്തു നോക്കാം. 40 കൊടുത്തു നോക്കാം. 40 കൊടുത്തിട്ട് റൺ ചെയ്യുകയാണെങ്കിൽ
ലോ സ്പെൻഡർ എന്നാണ് വന്നിട്ടുള്ളത്. ഇനി അതുപോലെ 4000 ആണ് കൊടുക്കുന്നതെങ്കിൽ ഹൈ സ്പെൻഡർ എന്നാണ് വന്നിട്ടുള്ളത്. സോ ഇതാണ് ആ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. ആർ പ്രോഗ്രാമിങ്ങിലെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മളിന്ന് നോക്കിയത്. കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ട് പ്രോഗ്രാം ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇഫ്, എൽസ് ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്.